ചിന്തിക്കുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള തിരുവചനം. ജനകൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ജ്ഞാനമായി. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് വാങ്ങിക്കുന്നവനായി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവേ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവേ. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു, ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിൽ എന്റെ ധാന്യവും വിഭവങ്ങളും സംരംഭിക്കും. അനന്തരം ഞാൻ എന്റെ ആത്മാവിനോട് പറയും, എന്റെ ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംരംഭിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക എന്ന ദൈവം അവനോട് പറഞ്ഞു, ഘോഷ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നദ്ധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവന്. യേശുവേ സ്തോത്രം. വലതുകര ഉയർത്തി യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ യേശുവിനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ജ്ഞാനമായി പങ്കുവയ്ക്കുവാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. ഇതാണ് ആ ചെറുപ്പക്കാരന്റെ ആവശ്യം. ഇത് കേട്ടപ്പോൾ യേശു ചോദിച്ചത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ന്യായാധിപനായോ സ്വത്ത് വാങ്ങിക്കുന്നവനായോ ആരാണ് എന്നെ നിയമിച്ചത്? യേശു ലോകത്തിലേക്ക് വന്നത് സ്വത്ത് വാങ്ങിക്കാനല്ല, മറിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷം മക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് ദൈവത്താൽ അയക്കപ്പെട്ടത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചെറുപ്പക്കാരനെ പോലെ ആകാം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ സമ്പത്ത് സമ്പാദിക്കണമെന്നുള്ള ഒരു ത്വരയോടുകൂടെ കടന്നു പോകുന്ന ജീവിതമാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന്, ഈ ഒരു വ്യവസ്ഥയിൽ നിന്ന് മനുഷ്യ ജീവിതത്തിന് മാറ്റമുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് ഏത് കുടുംബത്തിലേക്ക് കടന്നു ചെന്നാലും മാതാപിതാക്കന്മാര് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നീ പഠിച്ച് മിടുക്കനായി സമ്പാദിക്കുന്നവനാകണം, നല്ല ജോലി വേണം. അത് കേരളത്തിൽ പോരാ, ഇന്ത്യയിൽ പോരാ, വിദേശത്ത് വേണം, എങ്കിലേ ശമ്പളം കൂടുതൽ കിട്ടുള്ളൂ. അങ്ങനെ ലക്ഷങ്ങൾക്ക് മുകളിൽ ജോലിയുള്ള, ശമ്പളമുള്ള ജോലി നീ സമ്പാദിക്കണം. കൊച്ചു ഗുരുനായിരിക്കുമ്പോൾ മുതൽ സാമ്പത്തിക സുവിശേഷം മനുഷ്യ ഹൃദയത്തിലേക്ക്, മക്കളുടെ ഹൃദയത്തിലേക്ക് മാതാപിതാക്കന്മാര് പകർന്നു കൊടുക്കുമ്പോൾ അവരകന്നു പോകുന്നത് ക്രിസ്തുവിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും ആണെന്നുള്ള ബോധ്യം ഇന്ന് മാതാപിതാക്കന്മാർക്ക് ഇല്ല. അടുത്തത്, പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ജീവിതം നോക്കിയാൽ, ശ്രദ്ധിച്ചാൽ കണ്ടെത്താൻ പറ്റും. അവര് പഠിപ്പിക്കുന്നത് ഈ ലോകത്തില് എങ്ങനെ വിദ്യ അഭ്യസിച്ച് സുഖമായി ജീവിക്കാനായിട്ട് പറ്റും. ഇതാണ് അവര് പഠിപ്പിക്കുന്നത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ടത് എങ്ങനെ
ഇതാണ് അധ്യാപകർ പഠിപ്പിക്കേണ്ടത്. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഞാൻ ഓർക്കുക, ഈ ആഴ്ചയില് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു സംഭവം, ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുഞ്ഞിന് 6 വയസ്സുണ്ട്. ആ പെൺകുട്ടിയെ 1-ാം ക്ലാസ്സിൽ കൊണ്ടുവച്ചാൽ സർക്കാർ സ്കൂളില് 1-ാം ക്ലാസ് കൊണ്ടുപോയി ചേർത്തു. അവളെ പഠിക്കുകയും നന്നായിട്ട് പഠിക്കുകയും ഒന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ടീച്ചർ എപ്പോഴും ഇവരുടെ കാര്യം ക്ലാസ്സിൽ പറയുന്നത് കൊണ്ട് കുറെ കുട്ടികൾക്ക് അത് തികച്ചില്ല. ഈ കുട്ടികളെല്ലാം ഒത്തുചേർന്നിട്ട് ഉച്ചയ്ക്ക് ഊണിന് ഈ കുഞ്ഞ് പുറത്തു പോയപ്പോഴാ സ്കൂളിന്റെ മുറ്റത്തിന്റെ സൈഡില് ഒരു മരം നിൽപ്പുണ്ട്. ആ മരത്തണലില് ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോ ഒരുത്തൻ ചെന്നിട്ട് അവരുടെ മുഖം അടിച്ച് ഒറ്റ അടിയും പറ്റി. മൂക്കിക്കൊടയും കണ്ണിക്കൊടയും വായിക്കൊടയും ബ്ലഡ് ചൂടാണ്. ഈ കൊച്ചു കരഞ്ഞുകൊണ്ട് ടീച്ചറിന്റെ അടുക്കൽ ചെന്നപ്പോ സാരയില്ല, തലയില് ഒരു കുടം വെള്ളം ഒഴിച്ചു. അങ്ങനെ മൂക്കിക്കൊട ബ്ലഡ് വരുന്നത് നിന്നു. എന്നിട്ട് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. മറിച്ച് കുഞ്ഞിനോട് പറഞ്ഞു, സാരമില്ല കേട്ടോ, ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ മതി, വീണാന്ന് പറഞ്ഞാൽ മതി. ഈ കൊച്ചു സ്കൂള് വിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് അപ്പനിവിടെ ഇല്ല, അപ്പൻ വിദേശം. അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ പിറ്റേ ദിവസം സ്കൂളിലെ ഈ കുഞ്ഞിനെ കൂടുതൽ ചെന്നു. ക്ലാസ് ടീച്ചറിനോട് കാര്യം പറഞ്ഞു. നേരം പറയാ, അവനാണ് ഈ സ്കൂളിലെ ഏറ്റവും നല്ല സ്വഭാവം, അവനെ ഉപദേശിക്കാൻ പറ്റിയല്ല, അവനോട് രക്ഷപ്പെടാൻ പറ്റിയല്ല, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചാൽ മതി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഈ അമ്മ ഇത് കേട്ടിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്നാ ചെയ്യട്ടെ? ഞാൻ പറഞ്ഞു, സഹോദരി ക്ഷമിക്കുക, എന്നിട്ട് ആ കുഞ്ഞിന്റെ മനസ്സാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതല്ലാതെ കേസിന് പോകാം, പ്രശ്നമാകും. നമ്മൾ അതല്ല ചെയ്യേണ്ടത്. അത് ചെയ്താൽ ആ കൊച്ചിന്റെ ജീവിതത്തിന് മാനസാന്തരം ഉണ്ടായില്ല. അപ്പൊ എന്നോട് പറയുക, ബ്രദറെ, ഇത് കേട്ടവരെല്ലാം പറഞ്ഞത്, നീ ക്ഷമിക്കരുത്, നീ ശാന്തമായി പോകരുത്, നീ കേസ് കൊടുത്ത് ടീച്ചറിനെയും ആ കുഞ്ഞിനെയും മര്യാദ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ അവൻ വളർന്നു വരുമ്പോ സമൂഹത്തില് ഒരു ദ്രോഹിയായി അവൻ മാറും. ഇങ്ങനെ അധ്യാപകര് കുഞ്ഞുങ്ങളെ കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണോ കൊടുക്കേണ്ടത്? ഈ അമ്മ കരഞ്ഞോണ്ട് എന്നോട് ചോദിക്കുക. ഞാൻ ചോദിച്ചു, കേസ് കൊടുത്ത അതെവിടെയാണ്? ഒന്ന് ചിന്തിച്ചു. കർത്താവ് നമ്മളെ പഠിപ്പിച്ചതല്ല കേസ് കൊടുക്കാനാണോ? അല്ല, കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് ക്ഷമിക്കുവാനും പ്രാർത്ഥിക്കുവാനും. തിന്മ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് കടന്നു വരുമ്പോ തിന്മയെ തിന്മ കൊണ്ട് നേരിടുവാനല്ല കർത്താവ് പഠിപ്പിച്ചത്, മറിച്ച് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കാനാണ്. സഹോദരി ഒരു കാര്യം ചെയ്യണം. ആ കുഞ്ഞിന് വേണ്ടി, തന്റെ മകളെ തല്ലിയ ആ കുട്ടിക്ക് വേണ്ടി മുട്ടയിൽ നിന്ന് കൈ വിരിച്ചു പിടിച്ച് അവന്റെ സ്വഭാവം മാറാൻ, അവൻ നന്മ നിറഞ്ഞവനായി തീരാൻ, അവൻ സ്നേഹം നിറഞ്ഞവനായി തീരാൻ, മറ്റുള്ളവരെ സഹായിക്കുന്നവരായി തീരാനുള്ള ക്രമ ലഭിക്കാനായിട്ട് അവന് വേണ്ടി സഹോദരി എല്ലാ ദിവസവും ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണം. അപ്പോ ആ കുഞ്ഞിന് മാറ്റം ഉണ്ടാകും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ ഈ അമ്മയോട് പറഞ്ഞു വിട്ടത്, ഒരു കാര്യം ചെയ്യണം, നാളെ സ്കൂളിൽ ചെല്ലണം. ചെന്നിട്ട് ആ ടീച്ചറിനോട് എൻ്റെ അടുക്കലൊന്ന് വരാനായിട്ട് പറയണം. ബ്രദറെ, വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞാൽ മതി, വാക്കി കർത്താവ് ചെയ്തുകൊള്ളൂ. പിറ്റേ ദിവസം ടീച്ചർ വൈകുന്നേരം ഓടിക്കതച്ച് എൻ്റെ അടുക്കലെത്തി. എന്നോട് ചോദിച്ചു, എന്തിനാണ് ബ്രദർ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ ചോദിച്ചു, ടീച്ചർ എത്രാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്? എൻ്റെ ജാതി 1-ാം ക്ലാസ്സാണ്. ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന എന്താണ്? പാഠപുസ്തകം. നല്ല കാര്യം. ഞാൻ ചോദിച്ചത്, അധ്യാപകയുടെ കടമ എന്നാണ്. കുഞ്ഞുങ്ങളുടെ സ്വഭാവം സ്കൂളില് കലാലയത്തില് രൂപപ്പെടുത്തുന്നത് യഥാർത്ഥ നന്മയല്ലേ അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്? എന്നോട് പറഞ്ഞ മറുപടിയാണ്, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, അത് കാരണവന്മാരുടെ ഉത്തരവാദിത്തം. ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്
ആ ടീച്ചറിന്റെ ഹൃദയത്തിലെ ചിന്ത എന്നതാ? പണം സമ്പാദിക്കാനായിട്ട് ഒരധ്യാപകർ ജോലി ചെയ്യുന്നു. തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയോട് ആത്മാർത്ഥതയില്ലാതെ വെറും പണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ജീവിതങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതമാണ് ഇന്ന് മനുഷ്യൻ്റെത്. നന്മ പൂർണ്ണമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ട് സ്വാർത്ഥതയുടെ മുഖംമൂടി അണിഞ്ഞ് എന്ത് ചെയ്താലും വേണ്ടില്ല, എങ്ങനെ ആയാലും വേണ്ടില്ല, എനിക്ക് സമ്പാദിക്കണമെന്ന ഏക ചിന്തയോടെ കടന്നു പോകുന്ന ജീവിതങ്ങളാണ് ഇന്ന് കാണുവാനായിട്ട് നമുക്ക് കഴിയുക. പ്രിയമുള്ളവരെ, കർത്താവ് പഠിപ്പിച്ചത് അങ്ങനെയല്ല. സ്വന്തമായി സമ്പത്ത് സമ്പാദിക്കുന്നത് അല്ല, മറിച്ച് അവൻ സമ്പാദിക്കേണ്ടത് ദൈവസന്നദ്ധയിലാണെന്നാണ് കർത്താവ് പഠിപ്പിച്ചു വെച്ചത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കണേ, നമ്മൾ സമ്പാദിക്കുന്നത് എവിടെയാ? ദൈവസന്നദ്ധയിലോ അതെയോ സ്വന്തമായ അഭിവൃദ്ധിക്ക് വേണ്ടിയോ? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. സ്വന്തമായ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ സമ്പാദിക്കുന്നതെങ്കിൽ ഇതെല്ലാം കൈവിട്ടു പോകുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. മറിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നവരായി നമ്മൾ മാറണം. വേദനിച്ച് കഴിയുന്ന, പ്രയാസപ്പെട്ട് കഴിയുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ലക്ഷങ്ങൾ കഴിയുന്ന നാട്ടിലാണ് നമ്മൾ കഴിയുന്നത്. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ വേസ്റ്റാക്കി കളയുന്നത് വയറുവേട് മുറുക്കി വിടുന്നു നടക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു നേരത്തെ ആഹാരമായി മാറുമ്പോൾ അവൻ കണ്ണു നിറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഇത് തന്ന ആ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന്. പക്ഷേ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുമ്പോൾ ആ കൊടുത്ത വ്യക്തിയുടെ ജീവിതത്തിന് വരും തലമുറയ്ക്കുള്ളിലൂടെ ഉള്ള അനുഗ്രഹമായി അത് മാറപ്പെടും. യേശുവേ സ്തോത്രം. വലതുകര ഉയർത്തി യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്യാഗ്രഹം കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമാണ് ഇന്ന് മനുഷ്യൻ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണമാണല്ലോ ഇന്നൊരു കുടുംബത്തിൽ നമ്മൾ നോക്കിയാൽ ഞങ്ങളെ രണ്ടല്ല ഒന്ന്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് മതി എന്ന് നിശ്ചയിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിന്റെ ദുസ്ഥിതി നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 50 വർഷം കഴിയുമ്പോൾ സഭയിലെ ശുശ്രൂഷ ചെയ്യാൻ വൈദികരുണ്ടാകുമോ? അൾത്താരയിലെ ശുശ്രൂഷ ചെയ്യുവാൻ സിസ്റ്റേഴ്സ് ഉണ്ടാകുമോ? 50 വർഷം പിന്നിടുമ്പോ ഒരു മനുഷ്യൻ മരിച്ചാൽ അവന് അവസാന കർമ്മങ്ങൾ, അവസാന പ്രാർത്ഥനകൾ ചൊല്ലി അവനെ അടക്കാൻ ഒരു പുരോഹിതൻ ഉണ്ടാകുമോ? ഈ പോക്കാ പോകുന്നെങ്കിൽ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ മാറാൻ, അവന്റെ ചിന്താഗതികൾ മാറാൻ, ദൈവിക മനോഭാവത്തോടെ കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടെ നോക്കിക്കണ്ട് തന്റെ കുടുംബത്തെ ക്രമപ്പെടുത്താനായിട്ട് ഓരോരുത്തർക്കും സാധിക്കുമ്പോ കുടുംബത്തിലെ മക്കളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് ആ കുടുംബത്തിന് യഥാർത്ഥ സന്തോഷമുണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ഹല്ലേലൂയ. മനോഹരമാണ് ഒരു കുടുംബത്തിന്റെ സ്ഥിതി. ഒരു കുടുംബത്തിലെ 2 അമ്മക്കളെയുണ്ട്. അതിൽ ഇളയവൻ സ്വാർത്ഥതയുടെ കൂടെ. അപ്പൻ എവിടെ പുറത്തു പോയിട്ട് വന്നാലും അപ്പൻ വണ്ടി ഓർച്ച് നിർത്തുമ്പോ ഇളയവൻ ചാടി ഇറങ്ങി അപ്പൻ കൊണ്ടുവന്നിരിക്കുന്ന പൊതി വാങ്ങിക്കും എന്ന പതിവ് അങ്ങനെയാണ്. പക്ഷെ പതിവിന് വിരുദ്ധമായി അപ്പന് 2 ആഴ്ച കൂടിയാണ് വീട്ടിൽ വന്നത്. അപ്പൊ ഇളയവൻ കിടന്ന് ഉറങ്ങുകയാണ്. മൂത്തവൻ അപ്പന്റെ വണ്ടി വന്ന് നിന്നത് ഓടിച്ചെന്നു. അപ്പൻ ആ പൊതിയെടുത്ത് മകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, 2 പേരും കൂടി എടുത്തോ കേട്ടോ. പ്രിയമുള്ളവരെ, അവൻ ആ പൊതി തുറന്ന് ഇളയവൻ കിടന്നുറങ്ങുകയാണ്. അവന്റെ മുറിയിൽ ചെന്നു അവന്റെ മേശയില്
മോനെ എഴുന്നേറ്റ്, പപ്പ എത്തിയിട്ടുണ്ട്. പപ്പ എത്തിയിട്ടുണ്ടെന്ന് കേട്ടത് ചാടി എഴുന്നേറ്റു. നോക്കിയപ്പോൾ പൊതിയിരിക്കുന്നത് ചേട്ടന്റെ കയ്യിലാണ്. സഹിക്കാൻ പറ്റിയില്ല. ഒറ്റ ചാട്ട കട്ടലയിൽ നിന്ന് ചേട്ടന്റെ കയ്യിൽ നിന്ന് പൊതിയിരിക്കുന്നത് തട്ടിപ്പറിച്ചെടുത്തു. മേശ വെച്ചതും എടുത്തു. പറഞ്ഞു തീർന്നില്ല. ആ ഇളവൻ വലത് കൈയിൽ നൂർത്തിട്ട് ചേട്ടന്റെ കർണത്ത് രണ്ടെണ്ണം പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, ആര് പറഞ്ഞതാ പപ്പ വരുന്നത് മേടിക്കാൻ? അതെന്റെ അവകാശം. അത് നീ എന്തിന് കൈ കടത്തി? ഇത് കേട്ടോണ്ടാണ് പപ്പ ഉള്ളിലേക്ക് കയറി വന്നത്. നോക്കുമ്പോ മൂത്തവന്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നു. അവന്റെ 2 ചുവടും ചുമന്ന് കൊടുത്തിരിക്കുന്നു. 5 വിരലും 2 കണ്ണത്തും പതിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പനത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അപ്പനെ വായിക്ക് നിലത്ത് വെച്ചിട്ട് ഇളയ മകനെ പിടിച്ചിട്ട് ഒരു വടിയെടുത്തിട്ട് ചൂരിലിരിപ്പുണ്ട്. പട്ടിയെ തന്നെ വീടിന്റെ അകത്ത് കയറുമ്പോ നല്ല വെച്ചിരുന്ന ചൂരലായിരുന്നു. അതോ എടുത്തിട്ട് ഇളയവന്റെ കൊണ്ടുകിട്ട് 2 എണ്ണം കൊടുത്തു. 2 എണ്ണം കിട്ടിക്കഴിഞ്ഞപ്പോ അവന് സഹിക്കാൻ പറ്റിയില്ല. അപ്പനെ നേരെ അവനൊന്ന് പല്ല് തോന്നി. അപ്പനെ നീ ആയില്ലടാന്ന് പറഞ്ഞു. അപ്പന അവനെ കയ്യെ പിടിച്ച് സിറ്റൗട്ടിലേക്ക് വിട്ടിട്ട് വാതിലടച്ചു. ഇന്ന് രാത്രി നീ ഇവിടെ ചെലവഴിച്ചാൽ മതി. ഇത് പറഞ്ഞിട്ട് അപ്പനകത്തേക്ക് കയറിപ്പോയി. ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതെങ്ങനെ തന്നെ സിറ്റൗട്ടിൽ ഇരിക്കും. ദേഷ്യം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് കൈ ചുരുട്ടി സജ്ജിക്കിട്ട് ഇടിച്ചു. ദേഷ്യം തീരുന്നില്ല. അവനെങ്ങനെ ഇടിച്ച് പിറുപുറത്തുകൊണ്ടിരിക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പത്രം ഉറുമ്പ് ഈ സിറ്റൗട്ടിലേക്ക് പോർച്ചിയിൽ നിന്ന് കയറി വരുന്നത് ഇവൻ കണ്ടു. കുറെ നേരം നോക്കിയിരുന്നു. ചില ഉറുമ്പിന്റെ കയ്യില് ആഹാര സാധനങ്ങളുണ്ട്. ഒരു ഉറുമ്പ് കയറി സിറ്റൗട്ടിന്റെ വക്കലെത്തിയപ്പോ അതെങ്ങനെയോ മറിഞ്ഞ് നേരെ താഴേക്ക്. അതിനെന്തോ പരിക്ക് പറ്റി. അത് നിലത്ത് കിടന്ന് പിടഞ്ഞു. കണ്ടു നിന്ന ഉറുമ്പുകള് ഇതിന് വട്ടം കൂടി. 3-4 ഉറുമ്പുകള് ഇതിന്റെ കയ്യേലും കാലകൾ പിടിച്ച് വടിച്ചുകൊണ്ട് ഒരുകയാണ്. ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഈ വീണ ഉറുമ്പിനെ കൊണ്ടുപോയി അവർ വെച്ചു. എന്നാലും പുറകെ വന്ന ഒരു ഉറുമ്പ് ആഹാര സാധനമായിട്ട് വന്നതാ. ഈ ആഹാര സാധനമായിട്ട് വന്ന ഉറുമ്പ് അതിന്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. അത് അവിടെ നിന്ന് ഭക്ഷിക്കുന്ന കണ്ടു. ഇത്തിരി കഴിഞ്ഞപ്പോ അതൊന്ന് പിടച്ചു, നീവർന്നു. അത് വയ്യ നടക്കണം. അത് നടന്ന് സിറ്റൗട്ടിൽ കയറി മറ്റേ ഉറുമ്പ് പോയ വഴിയെ ഇത് കടന്നു പോകുന്നു. കുറെ സമയം അവൻ അവിടെ ഇരുന്നു ചിന്തിക്കാൻ തുടങ്ങി. തന്റെ ജീവിതം എന്താണ്? ഞാൻ നാളെ ഇതുവരെ 19 വയസ്സ് വരെ ജീവിച്ചത് ഈ ഉറുമ്പിന്റെ ഉണ്ടായിരിക്കുന്ന മനോഭാവം പോലും ഇല്ലാത്തവനായിട്ടാണല്ലോ ഞാൻ ജീവിച്ചത്. അവന്റെ കണ്ണു നിറഞ്ഞു. കുറെ സമയം ഇരുന്ന് തന്റെ പ്രവൃത്തികളെ ഓർത്ത് അവിടെ ഇരുന്ന് അനുദവിച്ചു. അതിനുശേഷം അവൻ എഴുന്നേറ്റു, വാതിലെ മുട്ടി. എന്നിട്ട് പറഞ്ഞു, പപ്പ. 3-ാം പ്രാവശ്യം വിളിച്ചപ്പോ പപ്പ ചെന്ന് വാതിൽ തുറന്നു. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇന്ന് വരെ ജീവിച്ചത് സ്വാർത്ഥനായിട്ട്. എന്റെ സ്വന്തം കാര്യം മാത്രമാണ് ഞാൻ നോക്കി ജീവിച്ചത്. ചേട്ടന്റെ കാര്യത്തിലോ പപ്പയുടെ കാര്യത്തിലോ മമ്മയുടെ കാര്യത്തിലോ വല്യമ്മച്ചിയുടെ കാര്യത്തിലോ എനിക്ക് ശ്രദ്ധയില്ലായിരുന്നു. ആ ജീവിതം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പപ്പ ക്ഷമിക്കണം. സംഭാഷണം കേട്ട് മമ്മി അടുക്കളയിൽ നിന്ന് വന്നു. എന്നാ മമ്മി, നാളിതുവരെ ഞാൻ ജീവിച്ചത് സ്വാർത്ഥനായിട്ട്. എന്നോട് ക്ഷമിക്കണം. അപ്പനും അമ്മയും കൂടെ മകനെ ചേർത്ത് പിടിച്ചു. അല്ലെ തലോടിയിട്ട് പറഞ്ഞു, മോനെ, ഇപ്പോഴെങ്കിലും നിനക്ക് സത്യമെന്തെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റിയല്ലോ, അതുമാത്രം മതി. അപ്പന്റെ കണ്ണിൽ നിന്ന് കണ്ണ് നിറഞ്ഞ് ആ മകന്റെ തലയിൽ വീണു. എന്നിട്ട് ആ മകനെ കണ്ണുനീർ തുടച്ചിട്ട് അപ്പനോട് പറഞ്ഞു, പപ്പാട് പറഞ്ഞു, പപ്പ, ഇനി ഒരിക്കലും പപ്പാടെ കണ്ണ് നിറയാൻ ഞാൻ അനുവദിക്കുകയില്ല. മോനെ പോയിരുന്ന് പ്രാർത്ഥിയത് പപ്പാടെ മുറിയിലേക്ക്. പ്രിയമുള്ളവരെ, അപ്പനോ അമ്മയെ എല്ലാ ദിവസവും ദേവാലയത്തില് വിശുദ്ധ ബലിക്ക് പോകും. ഈ ഇളയ മകനെ വിളിച്ച ഇളയ മകൻ ദേവാലയത്തിൽ പോകുകയില്ല. അവൻ ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോകും. മൂത്തവന് പപ്പാടെയും അമ്മയുടെയും കൂടെ പള്ളിയിൽ പോകും. അവൻ എഴുന്നേറ്റ് പപ്പ ഒരുങ്ങുന്നതിന് മുമ്പ് അവൻ എഴുന്നേറ്റ് ആ വീട്ടിലൊരു പ്രാർത്ഥനാ റൂമുണ്ട്. ആ പ്രാർത്ഥനാ റൂമിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
പപ്പ കുളി കഴിഞ്ഞ് പ്രാർത്ഥനാമുറിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ നോക്കുമ്പോ ഇതേ മുറിയിൽ അയച്ചിട്ടേക്കുന്നു. മകൻ ഇളയ മകൻ നിന്ന് മുട്ടയിൽ നിന്ന് കൈ വിരിച്ചു പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കണ്ടത്. ഒരു ഉറുമ്പ് പഠിപ്പിച്ച പ്രിയമുള്ള മക്കളെ, ആ മകന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. പപ്പ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ അവൻ ചെന്ന് വണ്ടിയെ കയറി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു പുതിയ തീരുമാനമെടുത്തു. വിശുദ്ധ കുർബാനയിലെ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഉടനെ മമ്മ ചോദിച്ചു, എന്നാ പറ്റിയടാ? വിളിച്ചാൽ പോലും കേൾക്കാത്ത നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ചൊരുക്കുന്നതിന് കാരണം എന്നാണ്? ഉടനെ ആ മകൻ പറയാ, ഞാൻ ഈ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ട സ്വപ്നം ഇതാണ്. ഒരു കുഞ്ഞ് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറെ നേരം കരഞ്ഞു. ആരും ആ വഴിയെ പോയി ഇവരെ ശ്രദ്ധിച്ചില്ല. ആരും വഴിയെ പോയി ഇവരെ ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോ ഒരു മുഷിഞ്ഞു നാറിയ വേഷം ധരിച്ച ഒരു സ്ത്രീയെ ഈ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടു. അടുത്തു വന്നു, അവന്റെ തലയിൽ ഒന്ന് തലോടി. എന്നിട്ട് ചോദിച്ചു, എന്തിനാ മോനെ നീ കരയുന്നത്? അവൻ അതിന്റെ ആവശ്യം എന്തോ പറഞ്ഞു. ആ മാറാപ്പ് തുറന്ന് അതിൽ നിന്ന് ചില്ലറ നാണയത്തൊട്ടുകൾ എടുത്ത് ആ സ്ത്രീയെ ഈ കുഞ്ഞിന് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നീ സ്വാർത്ഥനായി ജീവിക്കരുത്, നീ പ്രാർത്ഥിക്കുന്നവനായി മാറണം. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി നീ മാറണമെങ്കിൽ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലി അർപ്പിച്ച് ആ വിശുദ്ധ ബലിയിൽ നിന്ന് കിട്ടുന്ന അഭിഷേകത്തിൽ നിറഞ്ഞു വേണം നീ ജീവിക്കുവാൻ. ഇത്രയാണ് ഞാൻ കണ്ടത്. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, ഇത് പറഞ്ഞത് എന്നോട് തന്നെ. അതുകൊണ്ട് ഇന്ന് ഞാൻ 4:15 എഴുന്നേറ്റു. യേശുവേ സ്തോത്രം. വലതുകര ഉയർത്തി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. 4:15 എഴുന്നേറ്റു. ഞാൻ കുളിച്ചു, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ ജീവിതത്തില് മാറ്റം വേണം. എന്റെ ജീവിതത്തില് യഥാർത്ഥ നന്മ രൂപപ്പെടണം. എന്റെ ജീവിതത്തില് യഥാർത്ഥ സ്നേഹം രൂപപ്പെടണം. മറ്റുള്ളവരുടെ ജീവിതത്തില് എന്തുമാത്രം നന്മ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുമോ അതിന് മാത്രം നന്മ ചെയ്യണം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഈ ചാപ്പലില് ധന്യൻ കദളിക്കാട്ട് മത്തായിയുടെ കബറിടത്തിന്റെ അരികിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഉദ്ദേശം ഈ ഒരു ആലയം ഇവിടെ സ്ഥാപിക്കപ്പെടുവാൻ കാരണഭൂതനായിരിക്കുന്ന ആ മത്തായിയുടെ ജീവിതം പ്രാർത്ഥനയുടെ ഒരു ജീവിതം. വിശുദ്ധ ബലിയിൽ കഴിയുമ്പോ പ്രധാനപ്പെട്ടതായ തന്റെ ദൗത്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഈ മത്തായിയെ കാണുവാനായിട്ട് കഴിയുക. പ്രാർത്ഥനയുടെ മനുഷ്യൻ, തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ ജ്വലിച്ചിരുന്ന ഇരിഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വത്തെയാണ് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. പക്ഷെ നമ്മുടെ ഹൃദയമോ? ഈ മത്തായിയുടെ ഹൃദയം എരിഞ്ഞതുപോലെ നമ്മുടെ ഈ ഓരോരുത്തരുടെയും ഹൃദയം എരിയണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിലുള്ള സ്നേഹം നിറഞ്ഞവനായി മാറണം. ആ 19 വയസ്സുകാരന്റെ സ്വാർത്ഥം നിറഞ്ഞ ജീവിതത്തെ എടുത്തു മാറ്റിയപ്പോൾ പുതിയൊരു ജീവിതം പൊട്ടിമുളച്ചതുപോലെ നമ്മുടെ ഈ ജീവിതത്തിന് പുതിയൊരു ജീവിതമാണ് പൊട്ടിമുളയ്ക്കപ്പെടേണ്ടത്. ഇത് മുളയ്ക്കപ്പെടണമെങ്കിൽ എന്റെ ഹൃദയം കർത്താവിലേക്ക് തിരിയണം. കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മുടെ ഹൃദയം തിരിയണം. എന്നിട്ട് പരിശോധിക്കണം. വചനത്തിന് മുമ്പിലിരുന്ന് നമ്മൾ പരിശോധിക്കണം, ഈ വചനത്തിൽ എന്തെങ്കിലും ഒന്ന് എന്റെ ജീവിതത്തിൽ നാളിതുവരെ ആയിട്ട് പ്രാവർത്തികമാക്കി കർത്താവിനെ നോക്കി കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായി തീരുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും പരിശോധിക്കും. നമ്മുടെ ജീവിതത്തിന് ഒത്തിരിയേറെ തിരക്കാണ്. തിരക്ക് പിടിച്ച ഒരു ജീവിതം. ഓട്ടടാ ഓട്ട, എങ്ങോട്ട? അതിന് ഉത്തരം എന്റെ മക്കൾക്കെന്ന് പറയാമോ? ഇത് എങ്ങോട്ടാ ഓടുന്നത്? ഇതിന്റെ പര്യവസാനം എന്ത്? അതുകൂടെ എന്റെ മക്കളെ ചിന്തിക്കും. ഞാൻ എങ്ങോട്ടാണ് ഈ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഞാൻ
ഇതെല്ലാം കൈവിട്ടു പോകുന്നവയാണ് എന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞു വെച്ചു. ഒരു ധനികന്റെ വയലേലകളിൽ വളരെയധികം വിളവുകൾ ഉണ്ടായപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, ഇത് കൊയ്തെടുക്കുമ്പോൾ എൻ്റെ അറപ്പുരകളിൽ ശേഖരിക്കാനായിട്ട് പറ്റിയല്ല. കാരണം അതിനേക്കാൾ ഏറെ വിളവുകളാണ് ഈ പ്രാവശ്യം വയലിൽ ലഭിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അറപ്പുരകളെല്ലാം പൊളിച്ചിട്ട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയവ ഞാൻ പണിത് അതിൻ്റെ അകത്ത് ധാന്യങ്ങളും വിഭവങ്ങളും ഞാൻ ശേഖരിച്ചു വെക്കും. അത് കഴിയുമ്പോൾ ഞാൻ പറയും, എന്താ പറയണേ, ആത്മാവേ, അനേക വർഷത്തേക്കുള്ളത് ഞാനിതാ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു, അതുകൊണ്ട് തിന്നു കുടിച്ച് ആനന്ദിക്കുക. ഇത് ചിന്തിച്ച മനുഷ്യനോട് ദൈവം പറയുകയാണ്, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ദൈവം ആവശ്യപ്പെട്ടാൽ എടുത്താൽ ഈ സമ്പാദിച്ചിരിക്കുന്നത് ആരുടേതാണ്? പ്രിയമക്കളെ, നെട്ടോർത്ത് ഓടി നാം സമ്പാദിച്ച് കൂട്ടിയിരിക്കുന്നവയുടെ മധ്യത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ ഈ ദിവസം കർത്താവ് ആവശ്യപ്പെട്ട നമ്മൾ സമ്പാദിച്ചു വെച്ചത് ആരുടേതാണ്? യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളിൽ ഒരാൾക്കും സംഘത്ത് കൈവച്ച് പറയാൻ പറ്റുമോ, ഇന്ന് രാത്രി എന്റെ ആത്മാവിനെ ദൈവം ആവശ്യപ്പെട്ട ഞാൻ എന്റെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകുമെന്ന് പറയാനുള്ള ചങ്കുറപ്പുള്ള ഒരെണ്ണം ഇതിന്റെ അതിലുണ്ടാവും? ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരൊറ്റ മക്കൾക്ക് ചങ്കുറപ്പില്ല. കാരണം ഒരൊറ്റ മക്കൾ ഒരുങ്ങിയവരല്ല. തിരക്കിന്റെ ഇടയിൽ തിരക്കിട്ട് ജീവിക്കുന്നു. ഭൗതികമായ നേട്ടങ്ങളെ കരസ്ഥമാക്കാനായിട്ട് തത്രപ്പെട്ടു നടക്കുന്ന ജീവിതത്തിന്റെ ഉടമയാണ്. അതൊന്നും നിന്നാ ചിന്തിക്കണം. എല്ലാ ദിവസത്തിലും ഒരമണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്ന് ചിന്തിക്കണം, എന്റെ ഈ ഓട്ടം എന്നോട്ട് ഞാൻ ദൈവസന്നിധിയിൽ എന്തൊക്കെയാണ് സമ്പാദിച്ചിരിക്കുന്നത്? യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ, വിശ്വാസത്തോടെ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ, വിശുദ്ധിയോടെ പറഞ്ഞേ. നമ്മുടെ ഓട്ടം, നമ്മുടെ സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഈ ഓട്ടം എങ്ങോട്ടാ പോകുന്നത്? വീണ്ടും സമ്പാദിക്കണം, വീണ്ടും സുഖമായി ജീവിക്കണം എന്നുള്ള ഒരാഗ്രഹം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അത് സഫലമാക്കാൻ വേണ്ടി നമ്മൾ ഓടുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ആത്മാവിന്റെ അവസ്ഥയെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ ചിന്തിക്കാം. ഈ ആത്മാവ് രക്ഷ പ്രാപിക്കണമെന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതത്തില് നന്മ ചെയ്തു ജീവിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായിട്ട് നമ്മൾ മാറണം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയായിട്ട് മക്കളെ നമ്മുടെ ജീവിതം മാറണം. നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതില് തീക്ഷ്ണതയൊന്നുമില്ല. ഞാൻ അതിന് ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തില് നടന്ന ഒരു സംഭവം. ഒരു വല്യമ്മച്ചി വന്ന് എന്നോട് പറഞ്ഞത് ഇങ്ങനെ, തന്റെ കൊച്ചു മകനോട് ഈ വല്യമ്മച്ചി, ആ വല്യമ്മച്ചിയുടെ 2 മക്കൾ അടുത്തടുത്താണ് താമസം. ആ കൊച്ചു മകന് വയസ്സ് 10. 10 വയസ്സുകാരന്റെ കയ്യില് ഒരു സാധനം വാങ്ങി കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് കൊണ്ടുപോയി പാപ്പന് കൊടുത്തിട്ട്. കൊടുത്തിട്ട് വരാനാ പറഞ്ഞേ, പാപ്പന് കൊടുത്തിട്ട്. ഉടനെ ഈ കൊച്ചുമകനെ ഈ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് പൊതി വാങ്ങി തിരിച്ചു മറിച്ചു നോക്കിയിട്ട് ഈ വെള്ളിയമ്മച്ചിയുടെ നേരെ നോക്കി ചോദിച്ചു, ഇത് കൊണ്ടുപോയി പാപ്പന് ഞാൻ കൊടുത്തിട്ട് വരുമ്പോ ഈ കൊച്ച് ഈ വെള്ളിയമ്മച്ചി വിളിക്കുന്ന അമ്മച്ചി എനിക്ക് എന്നാ തരും? 10 വയസ്സുകാരൻ ഈ വെള്ളിയമ്മച്ചിയുടെ ചോദ്യം, ഞാൻ ഇത് കൊണ്ടുപോയി പാപ്പന് കൊടുത്തിട്ട് ഇവിടെ വരുമ്പോ അമ്മച്ചി എനിക്ക് എന്നാ തരും? അതുപോലെ
എന്നിട്ട് ഞാൻ കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കാം. ഉടനെ അമ്മച്ചി പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയി പാപ്പന് കൊടുത്തിട്ട് വരുവാണെങ്കിൽ ഞാനൊരു കടലമുട്ടായി മേടിച്ചു വന്നേക്കാം. ഒരു കടലമുട്ടായി തന്നു, എന്നെ കിട്ടിയാലായി ഇത് കൊണ്ടേ കൊടുക്കാനും. എന്നാ ഇന്നത്തെ മക്കൾ വളർന്നു വരുന്നത് എന്തു ചെയ്താലും പ്രതിഫലം കിട്ടണമെന്ന ഒരു കാഴ്ചപ്പാടോടുകൂടെയാണ് ഇന്നത്തെ മക്കൾ വളർന്നു വരുന്നത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് വ്യത്യസ്തമാണെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല. നമ്മുടെ ഈ ജീവിതത്തിൽ എന്ത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും എന്നുള്ള കണക്ക് കൂട്ടാതെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട്. എല്ലാവരും കണക്ക് കൂട്ടലില്ല, ലാഭത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. മക്കളെ, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം നന്മ ചെയ്യാനായിട്ട് നമുക്ക് പറ്റൂ, ആർക്കെല്ലാം നന്മ ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റൂ, ആ നന്മയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. നമ്മുടെ ചുറ്റുപാടും വേദനിച്ചു കഴിയുന്ന ഒരുപിടി മക്കളുണ്ടാകാം. വാർദ്ധക്യത്തിൽ കഴിയുന്ന, വേദനിക്കുന്ന, ഒരിറ്റു സ്നേഹം കിട്ടാതെ, ഒരിറ്റു ആശ്വാസം കിട്ടാതെ, ഒരിറ്റു ലാളന കിട്ടാതെ, ഒരിറ്റു തലോടന കിട്ടാതെ വേദനിച്ചു കഴിയുന്ന പ്രായമേറെയായി കഴിയുന്ന അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഉണ്ടായിരിക്കാം. അവരെ ഇടയ്ക്ക് ചെന്ന് ഒന്ന് ക്ഷേമം അന്വേഷിക്കാൻ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, അവരോട് ദൈവമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ, അവരോട് കൂടെ ഇരുന്ന് അവരുടെ സങ്കടം ഒന്ന് കേട്ട് ആ സങ്കടത്തിന് ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കാനായിട്ട് സമയം കണ്ടെത്തുന്ന എത്ര പേര് പറയണം കാണില്ല. എല്ലാം ഇടുങ്ങിയ മനസ്സ്. എന്നാ അവര് പറയുന്നത് എന്നാന്നറിയാമോ? തിരക്കാണ്. അപ്പൊ എങ്ങനെ സ്വർഗത്തിലെത്താൻ, ദൈവസന്നദ്ധയില് നിക്ഷേപങ്ങള് അല്ലെങ്കിൽ സമ്പന്നരായി തീരാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും? ദൈവസന്നദ്ധയില് സമ്പന്നരായി മാറണമെങ്കിൽ ഈ ഭൂമിയില് നമ്മൾ ചെയ്യുന്ന ഒരു സൽകൃത്യത്തിന് പ്രതിഫലം ലഭിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മാത്രമാണ് സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 35 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഒരു ഇടവകയിൽ പ്രസംഗിക്കാനായിട്ട് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഒരു ചോദ്യത്തിൽ വിളിച്ചു, നീ എന്ത് പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ എടുത്തമായ ഉത്തരം പറഞ്ഞു, എനിക്ക് മനുഷ്യന്റെ പ്രതിഫലം വേണ്ട, എനിക്ക് കർത്താവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം മതിയോ? നോക്കപ്പെടാൻ ചോദിച്ചു. എനിക്കത് മതി. നേരെ എന്നോട് പറഞ്ഞതാ, നീ നാളെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോ ആ ഇടവകയിലെ വികാരിയച്ഛന് ഒരു വലിയ കവർ നിന്റെ നേരെ നീട്ടും. ആ കവർ നീ വാങ്ങിക്കണം. യേശുവേ സ്തോത്രം. എന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കാനാണോ നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് കവർ വാങ്ങിക്കരുത്. ഞാൻ പറഞ്ഞില്ല. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഏറ്റു കിടന്നു. പിറ്റേ ദിവസം ഒരിടത്ത് ക്ലാസ്സിലെത്താൻ പോയി. ഉച്ച കഴിഞ്ഞാണ് ആ പള്ളിയിലെ ക്ലാസ്. ആ പള്ളിയിലെ ക്ലാസ്സിലെത്താനായിട്ട് ഞാൻ ചെന്നു. അച്ഛൻ വലിയ കാര്യമായിട്ട് സ്നേഹത്തോടെ സ്വീകരിച്ചു. അച്ഛനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വേറെ അച്ഛനാണത് നിർദ്ദേശിച്ചു തന്നതില്ല. അങ്ങനെ ക്ലാസ്സിന് കയറി. 2.5 മണിക്കൂറാണ് ക്ലാസ്സിന്റെ സമയം. 2.5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വലിയ സ്നേഹത്തോടെ കാപ്പ് കുടിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ പറഞ്ഞ ആ ഒരു സ്വഭാവം എനിക്കില്ല. ഞാൻ അവിടുന്ന് ഇറങ്ങി തിരിച്ചു വണ്ടിയുടെ അടുത്തേക്ക് നടന്നു വന്നപ്പോൾ അച്ഛൻ പുറകെ വന്നിട്ട് അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് നീളമുള്ള കവർ ഒരു നീളമുള്ള കവർ എടുത്തിട്ട് എന്റെ പോക്കറ്റിലേക്ക് തിരികെ വെച്ചു. ഞാനത് പോക്കറ്റിൽ നിന്ന് വലിച്ചു ഊരിയിട്ട് ഞാനൊന്ന് തുറക്കാൻ തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞു, കുറവാണെങ്കിൽ എത്രയാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ആ കവറിന്റെ അകത്തൊന്ന് നോക്കിയപ്പോ അതിന്റെ അകത്ത് 3000 രൂപ. 2.5 മണിക്കൂർ പ്രസംഗിച്ചതിന് 3000. ഉടനെ അച്ഛൻ പറഞ്ഞു, ഇവിടുത്തെ പടി ഇത് കുറഞ്ഞു പോയെങ്കിൽ ബ്രദർ പറഞ്ഞാൽ മതി, 4 വേണോ തരാം. ഞാൻ പറഞ്ഞു, അച്ഛാ ഇതിന്റെ എല്ലാം കൂടെ പ്രതിഫലം ഞാൻ കർത്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് അച്ഛന്റെ കയ്യിൽ നിന്ന്
വാങ്ങിയ പ്രതിഫലം കുറഞ്ഞു. അവിടെ അച്ഛൻ വിളിച്ചോന്ന് പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ പോക്കറ്റിൽ മടക്കി വെച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അന്ന് തിരിച്ചു വന്നവർ അച്ഛൻ കർത്താവ് പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും നീ പ്രസംഗിക്കാൻ പോകുന്നിടത്തുന്ന 5 പൈസ പ്രതിഫലം പറ്റിയത്. ഇത് പഠിപ്പിച്ച് ഞാൻ എന്നെ പൊക്കി പറയാനല്ല. ഇവിടെ കുറച്ച് മാതാപിതാക്കന്മാർ ഇരിപ്പുണ്ട്. ഈ മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ. രാവിലെ പകരം മക്കൾക്ക് വേണ്ടി ഊണും ഉറക്കവും ഒക്കെ ഒഴിച്ച് ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിക്കൊണ്ടുവന്നു. ഒത്തിരി ത്യാഗത്തിന്റെ നൊമ്പരങ്ങളുടെ വേദനകളുടെ കഥ പറയാൻ ഇവർക്കുണ്ട്. ഇവര് പറയും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മക്കളെയൊക്കെ വളർത്തി ഇത്രയും വലുതാക്കിയത് കൊണ്ട് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുമെന്ന്. കിട്ടാൻ സാധ്യതയില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ കാരണവന്മാര് പ്രായമായി കഴിയുമ്പോ ഈ കുഞ്ഞുങ്ങളെ ഈ കാരണവന്മാർ എങ്ങനെ നോക്കിയോ, ഈ എങ്ങനെ പരിപാലിച്ചോ, അതുപോലെ ഈ മക്കള് കാരണവന്മാരെ സൂക്ഷിക്കുമ്പോ, കാരണവന്മാരെ പരിചരിക്കുമ്പോ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ എവിടുന്ന പ്രതിഫലം കിട്ടുന്നത്? ഒരു വേലയ്ക്ക് 2 കൂലി കിട്ടുമോ? കിട്ടുമോ? ഒരു വേലയ്ക്ക് 2 കൂലി കിട്ടുമോ? പറ. കിട്ടിയാൽ 1 കൂലിയെ കിട്ടുള്ളൂ. അത് മനുഷ്യന്റെ കയ്യിൽ നിന്ന് വേണോ ദൈവത്തിന്റെ കയ്യിൽ നിന്ന്? എന്റെ മക്കൾ തീരുമാനിച്ചു. മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഞാൻ ചെയ്തൊരു പ്രവൃത്തിക്ക് പ്രതിഫലം പറ്റിയാൽ അത് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുകയല്ല. പിന്നെ പ്രതിഫലം. ഒരു പള്ളിയിലെ ക്ലാസ്സെടുക്കാൻ ചെന്നപ്പോ ഒരു ധനികനായ ഒരപ്പച്ചൻ വന്ന് അവിടെ ഇരിപ്പുണ്ട്. എന്നോട് ചോദിച്ചു, ക്ലാസ് എടുക്കാൻ തന്നെയാണോ? ബ്രദർ കണ്ടോ നോട്ടീസ് ബോർഡില് പള്ളി പണിതതിന് കാശ് കൊടുത്തതിന്റെ ലിസ്റ്റ് ഇട്ടേക്കുന്നത്? ഞാൻ പറഞ്ഞ കണ്ടില്ല. എന്നാ ബ്രദർ പോയെന്നോ വായിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കത് വായിച്ചിട്ട് കാര്യമൊന്നുമില്ല. നേരെ ഈ അപ്പച്ചൻ എന്നോട് പറയാം, അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഒരു പ്ലോട്ട് കൂടെ വിറ്റിട്ട് ഞാൻ പൈസ കൊടുത്തതിനായിരുന്നു. അത് വിചാരിച്ചത് എന്നോട് പറഞ്ഞില്ലെന്നേ. അതുകൊണ്ട് എനിക്ക് 1ാം സ്ഥാനം കിട്ടിയില്ല, എനിക്ക് 5ാം സ്ഥാനം. അതിന്റെ സങ്കടത്തിലാണ്. അപ്പൊ പള്ളി വഴി ഞാൻ പൈസ കൊടുത്തത് ഉദ്ദേശം മറ്റുള്ളവരുടെ മുമ്പില് വലിയവനാകാൻ, പേരിന്, പ്രശസ്തിക്ക്, അംഗീകാരത്തിന് വേണ്ടി നാം എന്തു ചെയ്താലും അത് സ്വർഗത്തിൽ നിന്നും പ്രതിഫലമില്ല. കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന രഹസ്യത്തിലായിരിക്കണം. നമ്മുടെ നന്മ കൊട്ടിഘോഷിച്ചുകൊണ്ടല്ല. മക്കളെ, നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കിയാൽ എത്രയോ നന്മ ചെയ്യാനായിട്ട്, നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ എത്രയോ അധികം നന്മ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ കുടുംബത്തില് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കന്മാരുണ്ട്. അവരുടെ അടുക്കലിരുന്ന് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുക, അവരെ ഒന്ന് ചമയിച്ചിരുത്തി അവരുടെ നടുവൊന്ന് തിരുമ്മിക്കൊടുക്കുക, അവർക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഭക്ഷണം ഒരു നേരത്തെ കൊടുക്കുക, അവർക്ക് മരുന്നെടുത്ത് കൊടുക്കുക, അവരുടെ വസ്ത്രം ഒന്ന് അലക്കി കൊടുക്കുക, അവരുടെ കയ്യോ കാലോ വേദനയ്ക്കെന്ന് പറയുമ്പോൾ ഒന്ന് തലോടി കൊടുക്കുക, ഒരു വാമെടുത്ത് വരട്ടി കൊടുക്കുക, അവർക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കയ്യെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകിച്ച് തിരിച്ചു കൊണ്ടുവന്നിരുത്താൻ നമ്മൾ എത്ര പേര് നല്ല മനസ്സോടെ ചെയ്യാറുണ്ട്? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. അതിന് പകരം സമ്പത്തുള്ള വീട്ടിലാണെങ്കിൽ ഒരു ഹോം നേഴ്സിനെ ചോദിക്കട്ടെ, ഒരു കുഞ്ഞ് പിറക്കുമ്പോ ഒരപ്പനും അമ്മ ഒരു ഹോം നേഴ്സിന്റെ കയ്യിലേക്കാണോ ആ കുഞ്ഞിനെ കൊടുക്കുന്നത്? ആണോ? അല്ലല്ലോ. ആ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി ഈ അപ്പനും അമ്മയല്ലേ ത്യാഗം അനുഭവിക്കുന്നത്? അപ്പന്മാർക്കല്ല കൂടുതൽ ത്യാഗം അനുഭവിക്കുന്ന അമ്മമാരാണ്. രാത്രി ഉറക്കളച്ച് കഷ്ടപ്പെട്ട് ഈ കുഞ്ഞിനെ വളർത്തുന്നത്. അമ്മയൊന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കാം കുഞ്ഞ് ഒന്നിന് പോയിട്ട് കരയുന്നത്. ഉടനെ അമ്മ എടുത്തു, കൊച്ചിനെ എടുത്തു, അതിനെ ഉടുപ്പിച്ചിരുന്ന വസ്ത്രം മാറി ഒന്ന് കഴുകിച്ചു, അതിനെ തുടച്ചു, എന്നിട്ട് അടുത്ത വസ്ത്രം ധരിപ്പിച്ചു. ഈ അമ്മ കുഞ്ഞിനെ അമ്മയ്ക്ക് കൊടുത്തു. ഈ കൊച്ചിനെ അമ്മ കടത്തി പയ്യെ ഉറക്കി. അപ്പൊ അമ്മ പയ്യെ മയക്കത്തിനൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും ഈ കൊച്ച് അപ്പിയിട്ടിട്ട് വീണ്ടും കരയാണ്. ഈ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റും. ഇങ്ങനെ എന്ത് ത്യാഗം കഴിച്ചാണ് ഒരു അമ്മ തന്റെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്? ഇതാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല.
എന്താണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്? ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ പിന്നാമ്പുറത്തേക്ക്, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ സൂക്ഷ്മതയോടെ പരിശോധിച്ച് കുറവുകളും പോരായ്മകളും നമ്മൾ മനസ്സിലാക്കി അത് കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കണം. ഇനിയുള്ള നമ്മുടെ ജീവിതത്തില് നന്മ ചെയ്യാനായിട്ട് വീണു കിട്ടുന്ന ഒരവസരം പോലും പാഴാക്കാതെ അടുത്ത നരകശിക്ഷ കിട്ടുന്നത് നമുക്ക് ചെയ്യാമായിരിക്കുന്ന നന്മ ഉപേക്ഷയാണ് നമ്മൾ ചെയ്യാതെ പോയത്. അടുത്ത നരകശിക്ഷ അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് 16-ാം അധ്യായം 19 മുതലുള്ള തിരുവചനത്തിൽ പഠിപ്പിക്കുന്നു. അവിടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ: ഒരു ധനികനായ മനുഷ്യൻ ചുമല പട്ടുവസ്ത്രം ധരിച്ച് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തി, ധനികൻ. ആ ധനികന്റെ വീട്ടുപടിയില് ദരിദ്രനായ ഒരു ലാസർ ശരീരം മുഴുവനും വ്രണിതനായി കിടപ്പുണ്ടായിരുന്നു. അവനെ ഏൽപ്പിച്ചു വിട്ടാ ഇല്ല, പോലീസിനെ വിളിച്ചാ ഏൽപ്പിച്ചു വിടാൻ ഇല്ല, അവിടെ കിടന്നോട്ടെന്ന് വിചാരിച്ചു. ലാസർ മരിക്കുന്നത് വരെ ധനികന്റെ വീട്ടുപടിയില് കടന്നു. ഈ ധനികൻ പുറത്തു പോകുമ്പോ വഴിമാറി അവൻ നടന്നു. ലാസറിന് സ്നേഹം കൊടുത്തില്ല, ലാസറിനെ പരിചരിച്ചില്ല, ലാസറിന് മരുന്ന് കൊടുത്തില്ല, അദ്ദേഹത്തിന്റെ വ്രണം തുടച്ച് വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ എടുത്ത് വൈദ്യുതി കൊണ്ടുപോയില്ല. ഈ ദരിദ്രനായ ലാസർ വ്രണിതനായി ഈ വേദനയും ഈ കഷ്ടതയും എല്ലാം സഹിച്ചു. വേദപുസ്തകം എഴുതി വെച്ചിരിക്കുന്ന നായ്ക്കളാണ് ഈ ദരിദ്രനായ ലാസറിന്റെ വ്രണങ്ങൾ നക്കി തുടച്ചത് എന്നാണ് എഴുതിയിരിക്കുന്നത്. നായ്ക്കളെ അടത്തിന് നാവിന് അരമുണ്ട്, അതുകൊണ്ട് നക്കുമ്പോൾ വളരെയധികം വേദന അനുഭവിക്കും. ഈ വേദനയെ സഹിച്ചാണ് ഈ ലാസർ അവിടെ കിടന്നത്. ലാസർ മരിച്ചവരെ കൊണ്ടുപോയി സ്വർഗത്തിലേക്ക്, അബ്രാഹത്തിന്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടു. ഈ ലാസറിനോട് ഒരു പരാതിയും അറിയാതെ, വഴക്ക് പറഞ്ഞില്ല, വേദനിപ്പിച്ചില്ല, ഏൽപ്പിച്ചു വിട്ടില്ല, ഒരു ശല്യവും ചെയ്തില്ല, വഴിമാറി നടന്ന ഈ ധനികനായ മനുഷ്യൻ മരിച്ചപ്പോൾ എങ്ങോട്ടാ പോയെ? നരകത്തിലേക്ക്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മൾ മരിക്കുന്ന എങ്ങോട്ട്? ഉത്തരം പറയണ്ട, ചിന്തിച്ചാൽ മതി. ഉപേക്ഷയാലല്ല, ചെയ്യാമായിരിക്കുന്ന നന്മ ചെയ്യാതെ നമ്മൾ കടന്നു പോകുമ്പോ നമ്മൾ അതിനും കർത്താവിന്റെ മുമ്പില് കണക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു നിമിഷം ജീവിതത്തിന്റെ മരണത്തിന്റെ കഴിഞ്ഞ് കർത്താവിന്റെ മുമ്പില് വിധി കേൾക്കാനായിട്ട് നിൽക്കും, തലവിധിക്ക് നിൽക്കുമ്പോ അതിന് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ജീവിതത്തെ സൂക്ഷ്മതയോടെ പരിശോധിക്കുക, കുറവുകൾ കണ്ടെത്തണം, അത് കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ആ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന ധന്യനായ മതിരിക്കാട്ടൂർ മത്തായച്ചൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്നതുപോലെ നമ്മളും പ്രാർത്ഥനയിലൂടെ സുഹൃത സമ്പന്നമായ ജീവിതത്തിലേക്ക് വളർന്ന് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറി ദൈവസന്നദ്ധിയിൽ മരിക്കുമ്പോൾ സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായി തീരുവാനുള്ള വലിയ കൃപ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് തന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് കണ്ണുകളടച്ച് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് അരൂപിയിലെ സ്വതന്ത്രമായി സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന് യഥാർത്ഥ നന്മയിൽ വളർന്നു വരുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുത്ത് സ്നേഹം പകർന്നു കൊടുത്ത് കർത്താവെ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി കയറുവാനുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ നേട്ടങ്ങളെ പിടിച്ചെടുക്കണമെന്നുള്ള ചിന്തയ്ക്കപ്പുറം സ്വർഗത്തില് ദൈവസന്നദ്ധ ഈ ലോകം വിട്ടു കഴിയുമ്പോൾ എത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ നന്മയുടെ പടിവാതിലുകളെ ചവിട്ടി കയറാനുള്ള വലിയ കൃപ തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വേദനയോടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മത്തായിയച്ഛന്റെ സന്നദ്ധിയിൽ വന്ന്
കണ്ണുകൾ അടച്ച് നമുക്ക് കരങ്ങൾ കൂപ്പി വിശുദ്ധ ബലിക്കായിട്ട്